ഗാന്ധിയൻ മാർഗത്തിൽ ഒരു ഗുണ്ടയെ എങ്ങനെ നേരിടാം എന്ന് പഠിപ്പിച്ച UDFന്റെ ഒരു പ്രത്യേക കൂട്ടരുടെ കഥയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ വൈറലായി ചാനലിലൊക്കെ കണ്ടത്. അപ്പോൾ ആ കാര്യം ഒന്ന് വിശദീകരിക്കണമല്ലോ. തിരുവനന്തപുരം നഗരസഭയിൽ വാഴോട്ടുകോണം എന്നൊരു വാർഡുണ്ട്. 101 വാർഡുണ്ട്, അതിലൊന്നാണ് വാഴോട്ടുകോണം. വാഴോട്ടുകോണം വാർഡിലെ കൗൺസിലറാണ് സുഗതൻ എന്ന വ്യക്തി 19 കേസിലെ പ്രതിയാണ്. ചെറിയ കേസൊന്നുമല്ല, കൂടിയ കേസുകളാണ്. അതായത് ഉദാഹരണത്തിന് അമ്പലത്തിൽ ഉത്സവം നടന്നപ്പോൾ ഒരാളുടെ തലക്കടിച്ച് കൊല്ലാൻ ശ്രമിക്കുക, ഇത്തരം കേസുകളാണ്. ഇതൊരു ഉദാഹരണം മാത്രം. സുഗതൻ ഇപ്പോൾ കാപ്പ കേസ് പ്രതിയാണ്. കാപ്പ തടവിലാണ് സുഗതനുള്ളത്. ഈ സുഗതനെ സംരക്ഷിക്കാനാണ് BJP തയ്യാറെടുത്തിരിക്കുന്നത്. സുഗതന്റെ കൗൺസിലർഷിപ്പ് റദ്ദ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് LDFന്റെ ധർണയൊക്കെ നടന്നു കേട്ടോ കോർപ്പറേഷനിൽ. ആ ധർണ ആദ്യം അവർ സംഘടിപ്പിച്ചത് മേയറുടെ ഓഫീസിൻ്റെ ഫ്രണ്ടിലാണ്. സാധാരണ അങ്ങനെ നടക്കാറുണ്ട്. അപ്പോൾ ഒരു മേയറുടെ ഓഫീസിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയുടെ ഓഫീസിന് തൊട്ടു വെളിയിൽ ഒരു സമരം നടന്നാൽ സാധാരണ എങ്ങനെയാണ് അതിനെ നേരിടുക? ഒന്നെങ്കിൽ ആരാണോ ഭരണാധികാരി അദ്ദേഹം വന്ന് പുറത്തു നിന്ന് സംസാരിക്കാൻ ശ്രമിക്കും, അനുനയിപ്പിക്കാൻ ശ്രമിക്കും, ചർച്ചയ്ക്ക് വിളിക്കും, അല്ലെങ്കിൽ ദേഷ്യത്തിലാണ് എങ്കിൽ ഇവരെ പിടിച്ചു മാറ്റാൻ പോലീസിനെ ഉപയോഗിക്കുകയോ അങ്ങനെ എന്തെങ്കിലും. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറും BJP കൗൺസിലർമാരും കൂടെ ചെയ്തത് അവിടെ സമരം വരുന്ന പാവപ്പെട്ട LDF കൗൺസിലർമാരുടെ മണ്ടേ കയറി കിടന്നു കളഞ്ഞു. പുറത്തു കയറി കിടക്കുക എന്നുള്ള പുതിയ തന്ത്രമാണ് അവർ സമരക്കാരെ ഒഴിവാക്കാൻ വേണ്ടി സ്വീകരിച്ചത്. ഈ അടിയിലായിപ്പോയ കുറേ LDFകാരുണ്ടല്ലോ, അവർക്കൊക്കെ നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ തലയിൽ സ്റ്റിച്ചൊക്കെ ആയി കുറേ കൗൺസിലർമാരെയൊക്കെ വാർത്താ ചാനലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവരെയും കൊണ്ടാണ് അടുത്ത കൗൺസിലിൽ LDF പങ്കെടുക്കാൻ വന്നത്. ഈ അടിപിടി നടന്ന കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്ന UDFന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, അതായത് കവടിയാർ വാർഡ് കൗൺസിലർ ശബരിനാഥ് പറഞ്ഞത് ഇതെന്തൊരു കച്ചറയാണ്, LDFും BJPയും കൂടെ അലമ്പാക്കുകയാണ് കൗൺസിലൊക്കെ. ശരിക്കും ഇത്തരം കാര്യങ്ങൾ നമുക്ക് മാന്യമായി സമരമാർഗത്തിലൂടെ പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ, ചർച്ച ചെയ്യാവുന്നതല്ലേ ഉള്ളൂ, ഞങ്ങൾ കാണിച്ചു തരാമോ അതെങ്ങനെയാണെന്ന്. അങ്ങനെ ആ മാന്യൻ അദ്ദേഹത്തിൻ്റെ മറ്റ് മാന്യ ടീമുകളുമായി കൗൺസിലിലേക്ക് കടക്കുന്നു. എങ്ങനെയാണ് ഗാന്ധിയൻ മാർഗത്തിലൂടെ, അതായത് ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കണം എന്ന് പഠിച്ച ആ ടീമിൻ്റെ ആ പ്രത്യയശാസ്ത്രം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ടീം കൗൺസിലിലേക്ക് വന്നു. അങ്ങനെ ടീം UDFും ടീം സുഗതനും കൂടി നേർക്കുനേർ വന്നപ്പോൾ എങ്ങനെയായിരുന്നു സംഭവങ്ങൾ എന്നതായിരുന്നു ഏറ്റവും വലിയ നാടകീയ മുഹൂർത്തങ്ങൾ. ചാനലുകളിൽ നമ്മളെല്ലാവരും അത് കണ്ടതാണ്. ഈ ഗാന്ധിയൻ മാർഗം സ്വീകരിച്ച നേതാവിൻ്റെ ചെപ്പക്കിട്ടാണ് BJPയുടെ കൗൺസിലർ അടി കൊടുത്തത്. ആ കൗൺസിലറുടെ പേരാണ് ഉദയനാണ് താരം എന്നൊക്കെ പലരും പറഞ്ഞ് നമ്മൾ കണ്ടു. ഉദയൻ്റെ ഷർട്ട് വലിച്ചു കീറലാണ് UDFകാർ ചെയ്തത്. ചിത്രങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും അടി എന്ന് പറഞ്ഞാൽ സാധാരണ അടി, ഞാൻ അടി എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ചെറുതായി കാണണ്ട, പൂരടി, അടി, ചീത്തവിളി, ഷർട്ട് വലിച്ചു കീറൽ, നിലവിളി, വെള്ളം കോരി മുഖത്തൊഴിക്കൽ, അങ്ങനെ പൂരമായി നാടകീയ രംഗങ്ങളാണ് കൗൺസിലിനകത്ത് നടന്നത്. ഈ കച്ചറ മാറി നിന്ന് കണ്ടുകൊണ്ടിരുന്ന ആളുകളുടെ പുറകെ മാധ്യമങ്ങൾ മൈക്കുമായൊക്കെ ഓടി. അങ്ങനെയാണ് കോർപ്പറേഷനിലെ ഒരു വലിയ കാഴ്ച, ഒരു വലിയ നാടകം സംഭവിച്ചത്. പക്ഷേ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, നമ്മൾ ചിന്തിക്കേണ്ടുന്ന എന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് കേട്ടോ, ഈ BJPക്കാരെന്തിനാണ് ഒരു കാപ്പ കേസ് പ്രതിയെ സംരക്ഷിക്കാൻ ഇത്രയും തരം താഴ്ന്നു പോകുന്നത് എന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു പൂര അടിക്ക് വേണ്ടി മുതിരുന്നത്? കാപ്പ കേസ് പ്രതിയല്ലേ, അദ്ദേഹത്തിന് ഇപ്പോൾ ജാമ്യം അനുവദിച്ചേക്കുന്നത് സത്യപ്രതിജ്ഞ ചെയ്യാനാണ് കോടതി. മറ്റ് 19 കേസുകൾക്കുള്ള ജാമ്യമല്ല കേട്ടോ. ഇദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി പോലീസ് ചെന്നപ്പോൾ പോലീസ് ആകാശത്തേക്ക് വെടിയൊക്കെ വെച്ച് വലിയ സിനിമാ രംഗത്തിലൂടെയാണ് ഇദ്ദേഹത്തെ പിടിക്കാൻ ചെന്നത്. ആ ചെന്ന പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചതിലൊരു കേസുണ്ട്. ആ കേസിലാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് BJPക്കാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, സുഗതം പുറത്തിറങ്ങി വെട്ടി പിരുത്തു കളഞ്ഞാലോ എന്നുള്ള പേടി BJPക്കാർക്കുണ്ട്. അങ്ങനെ ചെയ്താലും BJP സുഗതനെ അല്ലേ സംരക്ഷിക്കൂ. സുഗതൻ സാറാണ് കഥയിൽ ഇപ്പോഴും മെയിൻ. കച്ചറ കഴിഞ്ഞതിന് ശേഷം ഗാന്ധിയൻ മാർഗം സ്വീകരിച്ച ശബരിനാഥ് തോറ്റ MLA, അദ്ദേഹം അവസാനം പറഞ്ഞത് റാസ്കലാണ് ഈ പറയുന്ന BJP നേതാക്കൾ എന്നതാണ്. എന്തൊരു മാന്യമായ പെരുമാറ്റം അല്ലേ. BJP ആണെങ്കിലോ ഞങ്ങൾ സുഗതനൊപ്പം എന്ന് പറഞ്ഞൊരു വലിയ ഫ്ലെക്സ്. ഇപ്പോൾ FIFA വേൾഡ് കപ്പ് നടക്കുന്നത് കൊണ്ട്
റൊണാൾഡോയുടെ 10 അടി ഫ്ലക്സ് ഒക്കെ പലയിടത്തും കാണാം. തിരുവനന്തപുരത്ത് അതുപോലെ റൊണാൾഡോയായി ആരാധിക്കുന്ന സുഗതൻ്റെ വലിയ ഫ്ലക്സൊക്കെ BJP-ക്കാർ ജസ്റ്റിസ് ഫോർ സുഗതൻ എന്ന് എഴുതി വച്ചിട്ടുണ്ട്. തിരുവനന്തപുരംകാർക്ക് ഒരു നല്ല കാഴ്ചയാണ് ഇതെല്ലാം. റൊണാൾഡോയുടെയും ഫിഫയുടെയും കാര്യം പറഞ്ഞപ്പോഴാണ് ഫിഫയെ ഇപ്പോൾ പലരും ട്രോളുന്നുണ്ട്. ഈ ട്രോളിൻ്റെ ആധാരം എന്ന് പറയുന്നത് അർജൻറ്റീനയെ ജയിക്കാൻ ഫിഫ എന്തൊക്കെയോ സഹായം നൽകുന്നു എന്നൊക്കെയാണ്. അതായത് അർജൻറ്റീന കളിക്കാൻ അറിഞ്ഞൂടാത്ത ടീമാണല്ലോ. നമ്മൾ പണ്ടും ഇപ്പോഴുമൊക്കെ അർജൻറ്റീന തന്നെ. അർജൻറ്റീനയുടെ ഭരണം ഇതിന് കുറച്ച് ആധാരമായ ചില കാര്യങ്ങളുണ്ട്. അർജൻറ്റീനയുടെ ഭരണം പൊതുവിൽ ഒരു സയനിസ്റ്റ് അനുഭാവ നിലപാട് സ്വീകരിക്കുന്ന ഭരണമാണ്. ഇസ്രയേൽ അനുഭാവപൂർണമായ നിലപാടുകളൊക്കെ അവരെടുക്കാറുണ്ട്. അതുകൊണ്ട് പാവപ്പെട്ട കേരളത്തിലെ അർജൻറ്റീന ഫാൻസ് എല്ലാം സയനിസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളാണ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് അറ്റകൈ പരിപാടിയാണ് അതൊക്കെ. അർജൻറ്റീന എന്ന് പറയുന്ന ടീമിൻ്റെ കളി കണ്ടാണ് ആളുകൾ അർജൻറ്റീനയുടെ ആരാധകരായി മാറിയത്. അതിൽ എനിക്ക് തോന്നുന്നു മെസ്സിയെ മാത്രമല്ല, ആ രാജ്യത്തിൻ്റെ കളിക്കാരെ മുഴുവൻ ആരാധിക്കുന്ന ഒരു നിലയാണ് കേരളത്തിൽ അർജൻറ്റീന ഫാൻസിനുള്ളത്. അവർക്ക് സയനിസവുമായി ബന്ധിപ്പിച്ചൊക്കെ കഥയുണ്ടാക്കി കൊടുത്താൽ പിന്നോട്ട് പോകുമെന്നൊന്നും ആരും വിചാരിക്കേണ്ട. അങ്ങനെ ബഹളം ഉണ്ടാക്കിയ പലരും ഇപ്പോൾ പുറത്തായല്ലോ. അർജൻറ്റീനയുടെ സ്ഥിതി എന്താകും എന്നുള്ളത് കളി കണ്ട് തന്നെ കാണാം. പക്ഷേ ഇതിനിടയിൽ ഫിഫയ്ക്ക് വന്നൊരു ട്രോളിൽ രസകരമായ മറ്റൊരു സംഭവം ഉണ്ടായി. രസകരമെന്ന് ഞാൻ പറയുമ്പോഴും ഗൗരവതരമാണ് കേട്ടോ. നമ്മുടെ ട്രംപ് അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്ലെയേഴ്സ് എല്ലാവരും കൂടി ഫിഫ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് കളിക്കുന്നതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട പ്ലെയറിന് ചുവപ്പ് കാർഡ് കിട്ടി, റെഡ് കാർഡ്. ഈ കാർഡ് റെഫറി കാണിക്കുന്നു. ഉടനെ തന്നെ ട്രംപ് വിളിക്കുകയാണ് ഫിഫ മേധാവികളെ, എന്തിനിടെ കാർഡ് മടക്ക്. അങ്ങനെ മടക്കാൻ പറഞ്ഞതും ഫിഫ ഉടനെ കാർഡ് മടക്കി അകത്ത് വെച്ചു. ഇതിൻ്റെ ഭാഗമായി ഫിഫ അമേരിക്കയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന യന്ത്രമാണ് എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ട്രംപ് നേരിട്ട് തന്നെ വിളിച്ച് പറഞ്ഞതാവാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ അമേരിക്കയല്ലേ, കൈയെത്തിപ്പിടിക്കാൻ കഴിയുന്ന സ്ഥലത്തെ എല്ലാം വയ്ക്കൂ, ചായ ഗ്ലാസ് ആണെങ്കിലും ഫിഫയാണെങ്കിലും. അതുകൊണ്ട് സാധ്യതയുണ്ട് എന്ന് തന്നെ നമുക്ക് കാണാം. അർജൻറ്റീന ജയിക്കുമോ അതോ ഫ്രാൻസ് ജയിക്കുമോ എന്നൊക്കെയുള്ള ആരാധകരുടെ ആശങ്കയ്ക്ക് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ മറുപടി കിട്ടും. ആവേശകരമായി ഫിഫ വേൾഡ് കപ്പ് കേരളം അങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു പുറമെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. UDF-ൻ്റെ നിയമനങ്ങളുണ്ട്, ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ ചില സ്പെഷ്യൽ സന്ദർശകരുണ്ട്, എന്തോ ധൃതിയുള്ളതുപോലെ കുതിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങോട്ട് താഴോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യ മേഖലയുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. സംഭവങ്ങൾ കുറേയുണ്ട്, സമയവും കുറേ ഉണ്ടല്ലോ. വഴിയെ പറയാം.